ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളപ്പോൾ ലാസ്റ്റ് ഡേ ലക്ഷദ്വീപ് പോയതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ലക്ഷദ്വീപ് പോയത് ഷിപ്പിലായിരുന്നു. ഒരു 5 days ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു പാക്കേജാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷിപ്പിൽ കയറാനായിട്ട് ഞങ്ങൾ വില്ലിംഗ്ടൺ ഐലൻഡിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ലക്ഷദ്വീപ് വാർഫ് എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഇതൊക്കെ വരുന്നത്. സോ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഒരു ബസ്സിൽ അവർ ഷിപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. നമ്മൾ പോകുന്ന ഷിപ്പിൽ കോമണേഴ്സും അതേപോലെ ടൂറിസ്റ്റും ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റിനെ അറിയാൻ വേണ്ടിയിട്ട് അവരൊരു ID കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ഷിപ്പിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ 5 days ട്രിപ്പ് ഫുള്ള് ഇൻക്ലൂഡായിട്ട് വരുന്നത്. MV കവരത്തി. ഫസ്റ്റ് ടൈം ഷിപ്പിൽ ട്രാവൽ ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് വേണ്ടുവോളം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ഷിപ്പ് തന്നെയായിരുന്നു. ടോട്ടൽ 5 ഡെക്കുള്ളൊരു ഷിപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെയാട്ടോ ഷിപ്പിൻ്റെ ഒരു വ്യൂ വരുന്നത്. നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമായിരുന്നു നമ്മുടെ കയ്യിൽ ബസ്സിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലഗേജൊക്കെ ഉള്ള ബാഗ് അവർ വേറൊരു വണ്ടിയിലാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. കയറിയപ്പോൾ തന്നെ അവരെല്ലാ ടൂറിസ്റ്റിനും ഇങ്ങനെ ടെൻഡർ കോക്കനട്ട് വാട്ടറും അതേപോലെ ഒരു സ്നാക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷിപ്പിൽ റിക്രിയേഷൻ റൂം അല്ലെങ്കിൽ ആക്ടിവിറ്റി റൂം പോലത്തെ ഒരു റൂം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് പോലും ഇവർ തരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഷിപ്പിൽ സ്റ്റേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. ഈ പുള്ളിയായിരിക്കും നമ്മളെ ഇനി ഗൈഡ് ചെയ്യാൻ പോകുന്നത്. പുള്ളിയുടെ പേര് യാസർ അറാഫത്ത് എന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലോട്ട് പോകുമായിരുന്നു കേട്ടോ. നമുക്ക് അലോക്കേറ്റ് ചെയ്ത റൂമിലോട്ട് നമുക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂം കണ്ടുപിടിക്കുകയാണ്. ഞങ്ങളുടെ ഡെക്ക് 5 റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ ഡെക്ക് 5 ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെക്ക് 5 കഴിയുമ്പോൾ പിന്നെ മുകളിൽ ഒരു ടോപ്പ് ഫ്ലോറും കൂടിയാണ്, ഹെലിപാഡൊക്കെ ഉള്ള ഒരു ഫ്ലോറും കൂടിയാണ് ഉള്ളത്. അങ്ങനെ കുറേ നേരം തപ്പി നമുക്ക് ലാസ്റ്റ് റൂം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മുടെ പാക്കേജിൽ പല ടൈപ്പ് ഓഫ് റൂംസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവർ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. 5 days വേണ്ട മിനറൽ വാട്ടർ, നമുക്ക് ആവശ്യമുള്ള അത്രയും വാട്ടർ ബോട്ടിൽസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൻ്റെ വിൻഡോന്ന് നോക്കുമ്പോഴും നമുക്ക് കടലിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവന്ന ബാഗ് അവർ നമ്മുടെ റൂമിൻ്റെ പുറത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളതെടുത്ത് അകത്തോട്ട് വെച്ചു. അങ്ങനെ ഒന്ന് സെറ്റിലായതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് പുറത്തിറങ്ങി ഷിപ്പിൻ്റെ ഫുൾ വ്യൂ ഒന്നുകൂടി പുറത്തുനിന്ന് മറ്റേ വീഡിയോ ഒക്കെ കുറച്ച് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകുമായിരുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടും ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 1 hour സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട് ഷിപ്പ് ഫുൾ ചുറ്റിക്കറങ്ങി കാണാനും. അകത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഷിപ്പിൻ്റെ അകത്തോട്ട് പോയി. ഈ തവണ ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ, അത് ഹെലിപാഡൊക്കെ ഉള്ള ഫ്ലോറിൽ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ആ ടോപ്പ് ഫ്ലോറിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ വേറെ പറയാനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പിൽ തന്നെ ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വരികയാണെങ്കിൽ അവിടെ ഡോക്ടേഴ്സും അതേപോലെ ഒരു നേഴ്സും എന്തോ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതേപോലെ ഷിപ്പിൻ്റെ ഒരു ഡെക്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ചെറിയ ബേക്കറി കഫറ്റീരിയ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3 നേരവും ഫുഡ് ഷിപ്പിൽ നിന്ന് തന്നെയായിരുന്നു അവൈലബിൾ. അപ്പം അതിന് വേണ്ടിയിട്ട് വരുന്ന ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. അതൊക്കെ വഴിയെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ആക്രാന്തമായിരുന്നു എല്ലാം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഓടി നടന്ന് ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോഴത്തേക്കും ഷിപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊച്ചിനോട് തൽക്കാലത്തേക്ക് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 days സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പും പോയിട്ടുണ്ടാവില്ല അതുവരെ. അപ്പം ആ എക്സൈറ്റ്മെൻറ്റ് ഫുള്ളി മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 5 days ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലക്ഷദ്വീപ് വ്ലോഗിൻ്റെ ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ടിൽ ഓരോരോ ദിവസവും ഞങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇൻവോൾവ് ആയത്, ഏതൊക്കെ ഐലൻഡ്സാണ് കവർ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ ഓരോരോ പാർട്ടിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പാട്ട് പോലും മിസ്സാവാതെ ഫുൾ ലക്ഷദ്വീപിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് പറയാനാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡായിട്ട് വരുന്നത് സ്ക്യൂബ ഡൈവിങ്, സ്നോർക്ലിങ്, അതേപോലെ കയാക്കിങ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡീറ്റെയിലായിട്ട് തന്നെ ഓരോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്താണേലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഞങ്ങൾ പോയ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതും കൂടി ഞങ്ങൾ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു പാട്ട്. ബൈ ബൈ. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. പാക്കേജ് ഡീറ്റെയിൽസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എമൗണ്ട് എത്ര വരും, അതേപോലെ ഏത് ഏജൻസി വഴിയാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.